ഇപ്പോൾ 2021 കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുറപ്പായിരിക്കെ അന്ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക് ഒരു നെടുങ്കൻ ബജറ്റാണ് അവതരിപ്പിച്ചത്. വലിയ പ്രഖ്യാപനങ്ങളുമൊക്കെ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് അവതരിപ്പിച്ച ബജറ്റ് എന്നുള്ള വിശേഷണമോ ആക്ഷേപമോ വിമർശനമോ അഭിനന്ദനമോ ഒക്കെ അന്ന് ഏറ്റുവാങ്ങി. പക്ഷേ ഇന്ന് നോക്കൂ, നിർമ്മലാ സീതാരാമൻ വലിയ പ്രഖ്യാപനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, ഒതുങ്ങി നിന്നൊരു ബജറ്റ് അവതരിപ്പിച്ചു. കാരണം വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് ഈ പ്രഖ്യാപനങ്ങളൊന്നും നടത്തി ഞങ്ങൾക്ക് വോട്ട് മേടിക്കാൻ ഇനി ജനങ്ങളുടെ മുമ്പിൽ പോകേണ്ടതില്ല എന്ന ആത്മധൈര്യത്തോടെയാണോ ധനകാര്യമന്ത്രി വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ നിർമ്മലാ സീതാരാമനെ ബജറ്റ് അവതരിപ്പിച്ചത്? പക്ഷേ 10 വർഷക്കാലം രാജ്യം ഭരിച്ചതിൻ്റെ അവകാശവാദവും അതിലുള്ള ആത്മവിശ്വാസവും ഒക്കെ അവരുടെ വാക്കുകളിൽ ധാരാളം ഉണ്ടായിരുന്നല്ലോ. 10 വർഷത്തെ വിലയിരുത്തൽ നടത്തിയല്ലേ ധനകാര്യമന്ത്രി ഈ ബജറ്റ് ഇന്ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ ബജറ്റിൻ്റെ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും ആ നിലയിൽ ഉണ്ടായിട്ടുമില്ല. BJP ഇതിനെ വിശദീകരിക്കുന്നത് തങ്ങളുടെ ആത്മവിശ്വാസമായിട്ടാണ്. ജയിക്കും, അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ ബഡ്ജറ്റ് അന്ന് അവതരിപ്പിക്കാൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ വായിക്കുന്നത് അങ്ങനെയല്ല. കഴിഞ്ഞ വർഷത്തെ ധനക്കമ്മി 5.8 3 പാടുള്ളൂ. 5.8 അത് റേറ്റിംഗ് ഏജൻസികൾക്കും ഒക്കെ വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കമ്മി കുറക്കണമെന്നുള്ളൊരു വലിയ സമ്മർദ്ദമുണ്ട്. കുറച്ചില്ലെങ്കിലുള്ള അപകടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 600 ബില്യൺ ഡോളറിൻ്റെ വിനിമയ ശേഖരമുണ്ട്, വിദേശ വിനിമയ ശേഖരം, സർവകാല റെക്കോർഡൊക്കെയാണ് വെപ്പ്. പക്ഷെ അതിലൊരു 200 ബില്യൺ ഡോളർ ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഷെയർ മാർക്കറ്റിലും മറ്റും നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 600 ബില്യൺ വരും. ഇവർ വല്ലതും പിണങ്ങി ഒന്ന് മാറിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് എവാപ്പറേറ്റ് ചെയ്യും ഈ ഇലക്ഷൻ കാലത്ത്. അതാണ് 91 നടന്നത്. 91 ഇലക്ഷൻ്റെ തലേന്ന് മൂടിയും സ്റ്റാൻഡേർഡും പൂറും പറഞ്ഞ് ഇതിൻ്റെ റേറ്റിംഗ് ഞങ്ങൾ കുറക്കാൻ പോവുകയാണ്, അതുകൊണ്ട് വായ്പ കൊടുക്കുന്നത് ജാഗ്രത വേണം. അതോടുകൂടിയല്ലേ പണം മുഴുവൻ മുന്നോട്ട് പോയി വായ്പ കിട്ടാൻ പറ്റാതെ സ്വർണം കൊണ്ട് പണയം വെക്കേണ്ട അവസ്ഥ. ചന്ദ്രശേഖരൻ്റെ കാലം. സോ ഇറ്റ്സ് നമ്മൾ പുറമേ നോക്കുമ്പോഴൊക്കെ വളരെ ഭയങ്കര ഭദ്രമാണെന്നൊക്കെ തോന്നുമ്പോഴും സ്ഥിതി അതല്ല. അതുകൊണ്ടുള്ളൊരു ജാഗ്രതയാണ്. എന്ത് വന്നാലും കമ്മി കുറയ്ക്കും. കമ്മി കുറച്ചു 5.1. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടുന്നതിന് പണമില്ല. എല്ലാ സ്കീമുകൾക്കും ഈ റൂറൽ ഡെവലപ്മെൻറ്റ്, കൃഷി, കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ എന്ത് പറഞ്ഞു അത് തന്നെ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തിയാൽ അതിനുവേണ്ടി നീക്കിവെക്കണം. അത് ഈ പറഞ്ഞ സ്കോറിംഗ് ഏജൻസീസിന് ഒരു തരത്തിലും സ്വീകാര്യമാവാതെ വരും, അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കുന്നു എന്നാണോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് കുറച്ചു 5.1 വലിയ കൈഡി നേടിയത് എങ്ങനെയാണ്? ഈ വർഷം 5.8 5.9 എന്ന് കുറച്ചു. എങ്ങനെയാണ്? റിവൈസ്ഡ് ബഡ്ജറ്റ് നോക്കിയാൽ അറിയാം. എല്ലാം തന്നെ എക്സെപ്റ്റ് തൊഴിലുറപ്പൊഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും വെട്ടിക്കുറച്ചിരിക്കുക. ആ തുക തന്നെയാണ് പുതിയ ബഡ്ജറ്റിലും വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്താണ് ധനമന്ത്രിയുടെ സമ്മർദ്ദം എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ മറുഭാഗത്തോ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വികസിത ഭാരത് 2047 വിഷൻ 2030 2047 അത് മാറുന്നു. എന്ന് വെച്ചാൽ 2047 ആകുമ്പോഴേക്ക് രാജ്യത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലെത്തിക്കും എന്ന നിലയിലേക്കൊരു വലിയ പ്രത്യാശ പകരുന്നുണ്ടല്ലോ. അതേ തുടർന്ന് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോഴും അതിലാണ് ഫോക്കസ് ചെയ്തത്. ഞാൻ പറയാം, മോഡി ഇല്ലെങ്കിൽ എനിക്ക് ഒരു വർഷം മുമ്പ് എത്തിയേക്കാം. മോദിയാണ് പ്രശ്നമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ മോഡി ഭരണത്തിന് മുമ്പുള്ള 10 വർഷക്കാലം ഇന്ത്യ 7.6% വെച്ച് പ്രതിവർഷം വളർന്ന രാജ്യമാണ്. മോഡിയുടെ ഭരണകാലം എടുത്തിട്ടുണ്ടെങ്കിൽ 9 വർഷം 5.8%. അപ്പോൾ ചിലർ പറയും കോവിഡ് മൂലമൊക്കെയാണ്. എന്നാൽ കോവിഡ് മാറ്റിക്കോ, എന്നാലും 6.8 വരത്തുള്ളൂ. അപ്പോൾ
ഇതിങ്ങനെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മണ്ടത്തരങ്ങളെ ഡിമോണിറ്റൈസേഷൻ മുതൽ ഈ കോവിഡ് കാലത്തും ഇന്നത്തെ പോലെ യാഥാസ്ഥിതികമായ ധനനയം തുടർന്നതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് തെറ്റ് എന്തോ ചെയ്യാൻ പാടില്ല അക്കാര്യങ്ങൾ ചെയ്ത് വരുത്തി വെച്ച വിനയാണിത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാ, ഇന്ത്യ ആവട്ടെ ആവാതിരിക്കട്ടെ, ഏതായാലും മോഡി അല്ലെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ അവിടെ എത്തിയേനെ.